സ്കിൻ കെയർ എന്നൊരു ടോപ്പിക് എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാണ് എല്ലാവർക്കും അറിയേണ്ടത് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ. ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനോ സ്റ്റൈലിംഗ് സർവീസസിനോ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗ്ലൂട്ടാത്തയോൺ ആക്ച്വലി നമ്മുടെ സെൽസിലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മളുടെ സ്കിന്നിന് ഓവറോൾ ഹെൽത്ത് തരുന്നതും കിഡ്നിക്ക് ഓവറോൾ ഹെൽത്ത് തരുന്നതും നമ്മുടെ ബോഡിയിലെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ പുറത്ത് തള്ളുന്നതിനും ഒക്കെ ആവശ്യമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. പിന്നെ ഗ്ലൂട്ടാത്തയോൺ ആക്ച്വലി ഇപ്പോൾ ഇത്രയും പോപ്പുലർ ആവാനുള്ള ഒരു കാരണം അതിന് സ്കിൻ വൈറ്റനിങ് എഫക്ട്സ് ഉണ്ട് എന്ന് പറയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും സത്യമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ IV ഒക്കെ എടുത്താൽ, ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വൈറ്റനിങ്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റനിങ് എഫക്റ്റ് അല്ല അപ്പോഴും ഉണ്ടാവുന്നത്. നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഡൾനെസ്സും ഒക്കെ മാറ്റി ഒരു ബ്രൈറ്റൻ എഫക്റ്റ് തരും. അതാണ് ശരിക്കും അത് ചെയ്യുന്നത്. ഒരു IV-യിലൊന്നും ആക്ച്വലി ശരിക്കും അതിന്റെ വിസിബിൾ ചേഞ്ചസ് കണ്ടു എന്ന് വരില്ല. അതിനൊരു 2, 3, 4 സെഷനൊക്കെ എടുക്കുമ്പോഴാണ് അതിന് ചേഞ്ചസ് കണ്ടുവരിക തന്നെ. പിന്നെ ഉള്ളൊരു കാര്യം, അത് ഇൻഹെയിൽ ചെയ്യുന്ന രൂപത്തിൽ ഗ്ലൂട്ടാത്തോൺ എടുക്കാവുന്നതാണ്. ഇൻഹെയിൽ ചെയ്യുന്ന രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം വെച്ചാൽ അതാണ് കൂടുതൽ എന്താ പറയുക, മോശം എഫക്റ്റ്, സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളത്. അതൊരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഗ്ലൂട്ടാത്തോൺ വൺസ് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു പഴയ കളറിലേക്ക് തന്നെ പോകുമോ എന്ന് പലരും ചോദിച്ചതാണ്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ വൺസ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ പഴയ കളറിലേക്ക് തിരിച്ചു പോകുന്നതല്ല. പക്ഷെ നമ്മൾ നോർമലി നമ്മളുടെ സൺ എക്സ്പോഷർ ഒക്കെ കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും പിന്നെയും നമ്മളുടെ ബോഡീനെ അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എപ്പോഴും ആവുന്നത് പോലെ തന്നെ അത് ഏജിങ് കൊണ്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് അതിൻ്റെ ഒരു സ്വാഭാവിക കളറിലേക്ക് മാറും. അതാണ് സംഭവിക്കുക. അല്ലാതെ നമ്മൾ പഴയ കളറിലേക്ക് തിരിച്ചു പോകുന്നതല്ല. ഇപ്പം നമ്മൾ എത്ര ഗ്ലൂട്ടാത്തയോൺ എടുത്താലും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യുക, നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുക, അതായത് സൺ എക്സ്പോഷർ മാക്സിമം കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം സപ്ലിമെന്റ് രൂപത്തിൽ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ, ഞാൻ ഇതുവരെ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ്സ് ഒന്നും എടുത്തിട്ടില്ല, ഗ്ലൂട്ടാത്തയോൺ IV എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് കുറച്ച് പേരെങ്കിലും വന്നിട്ട് ഈ ഷിക് ന്യൂട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാത്തയോൺ എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഷിക് ന്യൂട്രിക്സിൻ്റെ പാക്കേജ് വന്നത്. ആക്ച്വലി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അയച്ചു തരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 2 വീക്സ് അത് യൂസ് ചെയ്യണം, 2 വീക്സ് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ പറയണം എന്നായിരുന്നു. പക്ഷേ എനിക്കറിയാം ഒന്നാമത്തെ കാര്യം, എൻ്റെ ഈ സ്കിൻ ടോൺ എനിക്ക് ഓൾറെഡി ഞാൻ ബ്രൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 2 വീക്സ് കൊണ്ട് റിസൾട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇല്ല, ഒരു 1 മന്ത് കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് തരാം, 1 മന്തിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് വീഡിയോ ചെയ്യുന്നുണ്ടാവൂ, അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നുണ്ടാവൂ, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നുണ്ടാവില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് എഗ്രി ചെയ്തിട്ടാണ് എനിക്കത് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 4th ഈ അവരുടെ ഇൻവോയ്സ് പ്രകാരം 4th അവരെനിക്കത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ 4th ശേഷമാണ് ഞാനത് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് 4th. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡേയ്സ് ആവുകയാണ്, 30 ഡേയ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 1 മാസം ഞാൻ കഴിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ടോ, എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് 3 ട്യൂബാണ്. ഇതിൽ ഒന്നിൽ 20 ടാബ്ലറ്റ് ആണ് വരുന്നത്, 20 എഫ്രവസൻ ടാബ്ലറ്റ് ആണ് വരുന്നത്. ഇത് ഒരെണ്ണം കംപ്ലീറ്റ്ലി ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് പകുതി ആയിട്ടുണ്ട്. ഇനിയൊരു 10 ടാബ്ലറ്റും കൂടി ഉണ്ടാവും, പകുതി ആയിട്ടുണ്ട്. മൂന്നാമത്തത് ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 500 mg ഗ്ലൂട്ടാത്തയോൺ പ്ലസ് വൈറ്റമിൻ C എന്നാണ്. ക്ലിനിക്കലി പ്രൂവൺ ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ് ഈ വൈറ്റനിങ് എഫക്റ്റിന് കുറച്ച് ഫേമസ് ആയ ഗ്ലൂട്ടാത്തയോൺ, അതായത് സ്കിന്നിന് ബെനിഫിഷ്യൽ ആയ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. അതിന് L-ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയും. അതാണ് ഏറ്റവും ഇഫക്റ്റീവ്നെസ് ഇതുവരെ കാണിച്ചിട്ടുള്ള ഗ്ലൂട്ടാത്തയോണിന്റെ ഒരു വേരിയന്റ്. അപ്പോൾ ഇതാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് സ്ട്രോബെറി ആൻഡ് ലെമൺ ഫ്ലേവറിലുള്ളതാണ്. ശരിക്കും എനിക്ക് ഈ പാഴ്സൽ വന്നപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, എനിക്ക് ഈ ഒന്നാമത്തെ കാര്യം എൻ്റെ സ്കിൻ ഇപ്പോൾ ലൈറ്ററാണ്, ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് അധികം ഡൾനെസ് ഒന്നുമില്ല, ഈവൻ ടോണാണ്, അധികം പിഗ്മെൻറ്റേഷൻസും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഫക്റ്റ് ഉണ്ടാകാനാണ്, അല്ലെങ്കിൽ എനിക്കിത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ് ശരിക്കും ഞാൻ ആദ്യം ആലോചിക്കുന്നത്.
പക്ഷേ എന്തായാലും റിവ്യൂ പർപ്പസിന് വേണ്ടി കഴിച്ചു നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി അതായത് ലിംസി ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് 500 mgയുടെ ലിംസി ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ ടാബ്ലറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിയത്. എൻ്റെ ഫേസിൽ ആക്ച്വലി എന്തെങ്കിലും ഒരു പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു 6 months ഒക്കെ എടുക്കും. മീൻസ് അത്രയും പ്രൊലോങ് ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് ആ ഡാർക്ക് സ്പോട്ട്സ് ഭയങ്കര സ്റ്റബോൺ ആയിരിക്കും. അത് പോവാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. എൻ്റെ ഫേസിൽ ആക്ച്വലി ഒരു 3 ഡാർക്ക് സ്പോട്ട്സ് കാണാം. അതിൽ ഈ 2 എണ്ണം എന്ന് പറഞ്ഞത് ശരിക്കും ജനുവരിയിൽ വന്നതാണ്. ജനുവരിയിൽ വന്നിട്ട് അത് ഇത്ര നാളായിട്ടും ഈ 6 months ആയിട്ടും അത് പോയിട്ടില്ല. ഇതെൻ്റെ ഫേസിൽ അതായത് ഈ ടാബ്ലറ്റ്സ് എനിക്ക് കിട്ടിയ ആ ഒരു ടൈമിൽ വന്നൊരു പിമ്പിളാണ്. ഈ പിമ്പിളിൻ്റെ ഡാർക്ക് സ്പോട്ടാണിത്. ഇത് ആക്ച്വലി 1 month ആയിട്ടുള്ളൂ അപ്പോൾ ശരിക്കും വന്നിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പുതുതായിട്ടുണ്ടായി വന്ന ഡാർക്ക് സ്പോട്ട്സിനെ, അതായത് ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായി വന്ന ഡാർക്ക് സ്പോട്ട്സ് പെട്ടെന്ന് തന്നെ ഒന്ന് ഫെയ്ഡായി പോകുന്നുണ്ട്. അപ്പോൾ അതായത് മുമ്പ് ഉണ്ടായിരുന്നത് കുറച്ചും കൂടി സ്റ്റബോണായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് ഫെയ്ഡ് ആവുന്നുണ്ടില്ല എന്നല്ല, പക്ഷെ അത് ജാനുവരിയിൽ ഉണ്ടായതാണ്. ഇത്രയും മാസം എടുത്തു എന്നിട്ടത് ഫെയ്ഡ് ആയതിൻ്റെ എമൗണ്ട് ആണ് കണ്ടത്. അതിൻ്റെ താഴെയുള്ളത് എൻ്റെ പുതുതായിട്ടുണ്ടായ ഡാർക്ക് സ്പോട്ട്, അത് നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടാത്തയോണും വൈറ്റമിൻ സിയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആക്ച്വലി ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനോ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി നന്നായിട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതാണ് ആക്ച്വലി ഷിക് ന്യൂട്രിക്സിന്റെ ഗ്ലോ എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച്. അതാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇനി ഞാനിത് കഴിക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് ആക്ച്വലി എഫർവസൻ ടാബ്ലറ്റ്. ഞാൻ മുമ്പ് ഈ ഷിക് ന്യൂട്രിക്സിന്റെ തന്നെ വേറെ 2 പ്രോഡക്റ്റ് ആണ്, ബയോട്ടിൻ സപ്ലിമെൻറ്റും സെലനിയം സപ്ലിമെൻറ്റും ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് എഫർവസൻ ടാബ്ലറ്റ് എന്ന് പറയുന്ന ഒരു സാധനം സത്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് കഴിക്കുമ്പോൾ എന്തോ പോലെയാണ്. ബട്ട് അത് നല്ലതാണ്. അത് നമ്മുടെ എന്താ പറയുക, വയറിന് ആക്ച്വലി സാധാരണ പിൽസ് കഴിക്കുന്നത് പോലെയല്ല. വയറിന് കുറച്ചും കൂടി അത് വയറിനെ അധികം അപ്സെറ്റ് ചെയ്യിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെള്ളത്തിൽ അലിയിപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും. അപ്പം ദേ എൻ്റെ ഇന്നത്തെ ടാബ്ലറ്റ് ഞാൻ കുടിക്കാൻ പോവാണ്. ഇതിനൊരു സ്ട്രോബെറി ആൻഡ് ലെമൺ ഫ്ലേവറാണ്. അതെനിക്ക് വലിയ കുഴപ്പമില്ല കുടിക്കാൻ. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ മറ്റേ എയറേറ്റഡ് ഡ്രിങ്ക്സും ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണ്. ബട്ട് ഇത് വലിയ കുഴപ്പമില്ല ഈ ഫ്ലേവർ. ഇനി ഇത് എത്ര നാൾ കഴിക്കണം ഇതിൻ്റെ റിസൾട്ട് കിട്ടാനെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഇത് ഈ ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നതനുസരിച്ചിട്ട് 1 month മുതൽ ഒരു 3 months വരെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ളതാണ്. ഇത് കണ്ടിന്യൂസ് ആക്ച്വലി ലൈഫ് ലോങ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനുള്ള ചാൻസസ് കുറവാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി എന്തെങ്കിലും അങ്ങനെയുള്ള റിസ്ക്കോ വേറെ എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത് എടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ആക്ച്വലി ഒരു സമയം വരെ കഴിക്കാം. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുക്കാം. പിന്നെ വേണമെങ്കിൽ വീണ്ടും കഴിക്കാം. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.